ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശി, അപാര ഏകാദശി, വൈഷ്ണവ ഏകാദശി ജൂൺ 3-ാം തീയതിയാണ്. 4-ാം തീയതി പാരണ വീടണം. പാരണ വീടുന്ന സമയം അതാണ് നമ്മളിന്ന് ആദ്യം പറയുന്നത്. അതായത് ജൂൺ 4-ാം തീയതി പാരണ വീടുന്ന സമയം. കേരളത്തിൽ ജൂൺ 4-ാം തീയതി രാവിലെ 6:03 മുതൽ 8:34 വരെയാണ് സമയം. തമിഴ്നാട്ടിൽ 5:41 മുതൽ 8:16 വരെ. കർണാടക 5:52 മുതൽ 8:27 വരെ. ഡൽഹി 5:23 മുതൽ 8:10 വരെ. മുംബൈ 6 മണി മുതൽ 8:38 വരെ. ജൂൺ 4-ാം തീയതി രാവിലത്തെ കാര്യമാണ് പറയുന്നത്. തെലുങ്കാന 5:41 മുതൽ 8:18 വരെ. മധ്യപ്രദേശ് 5:34 മുതൽ 8:16 വരെ. ഗുജറാത്ത് 6:03 മുതൽ 8:45 വരെ. ഓസ്ട്രേലിയ 7:05 മുതൽ 9:04 വരെ. സിംഗപ്പൂർ 6:57 മുതൽ 9:24 വരെ. മാലിദ്വീപ്സ് 5:54 മുതൽ 8:22 വരെ. ന്യൂസിലാൻഡ് 7:39 മുതൽ 9:31 വരെ. ഇനി ഏകാദശി ഭക്ഷണം. ഇപ്പോഴും പലർക്കും സംശയമുണ്ട് ഏകാദശി ദിവസം നമ്മൾ എന്തൊക്കെ കഴിക്കാമെന്ന്. പണ്ട് കാലത്ത് നമ്മൾ കേരളത്തിലുള്ളവർ അരിഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ഗോതമ്പ് കഞ്ഞി ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. അന്ന് അങ്ങനെയായിരുന്നു. കാരണം അവർ ചെയ്തുകൊണ്ടിരുന്നത്, കാരണം അവർ എന്നും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുവിൽ നിന്നും ഒരു മാറ്റം. പക്ഷേ വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ച്, ആരാണ് വൈഷ്ണവർ? ഭഗവാൻ നാരായണനെ 24 മണിക്കൂറും ഭജിക്കുന്ന ആളുകൾ. നാരായണനാണ് അവരുടെ ദൈവം. ആ രീതിയിൽ ഭജിക്കുന്ന ആളുകളാണ് വൈഷ്ണവ സമ്പ്രദായത്തിൽ ജീവിക്കുന്നത്. വൈഷ്ണവ സമ്പ്രദായത്തിൽ ഒരു തരത്തിലുള്ള ധാന്യങ്ങളും ഏകാദശി ദിവസം ഉപയോഗിക്കത്തില്ല. അതായത് അരി, ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ ചെറുധാന്യങ്ങൾ, നമ്മുടെ റാഗി, ബാർലി, തിന, ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് കടല, ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ധാന്യങ്ങളും ഏകാദശി ദിവസം ഉപയോഗിക്കത്തില്ല. പക്ഷേ കപ്പലണ്ടി, നിലക്കടല നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചൗവരി എല്ലാവർക്കും അറിയാം. സാബുദന, അതായത് നമ്മൾ ഈ അടപ്രഥമനൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളുത്ത കളറിൽ ഇങ്ങനെ ചെറിയ ബോൾസ് പോലെ നമ്മൾ അതിൽ ആ പായസം കുറുകാനായിട്ടൊക്കെ നമ്മൾ ചേർക്കില്ലേ, ആ സാധനമാണ് ചൗവരി എന്ന് പറയുന്നത്. ഈ ചൗവരി നമുക്ക് ഉപയോഗിക്കാം. ഈ 2 പദാർത്ഥങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ പച്ചക്കറികൾ, പാല്, പഴവർഗ്ഗങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഏകാദശി ദിവസം ഒന്നുകിൽ നമുക്ക് ജലം മാത്രം കുടിച്ചുകൊണ്ടുള്ള ജല ഏകാദശി നമുക്കെടുക്കാം. അതല്ലെങ്കിൽ ഉപവസിക്കാം, നിർജ്ജല ഏകാദശി, നമ്മൾ ഒന്നും കഴിക്കാത്ത ഉപവസിക്കുമല്ലോ, അതുപോലെ നമുക്ക് ഏകാദശി എടുക്കാം. അതല്ലെങ്കിൽ പാലും പഴങ്ങളും മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് ഏകാദശി എടുക്കാം. ചില ആളുകൾക്ക് പാല് കഴിക്കാൻ പറ്റില്ല, അലർജി പോലുള്ള സാധനങ്ങൾ കാണും. അപ്പോൾ പഴങ്ങളും ജലവും കുടിച്ചുകൊണ്ട് നമുക്ക് ഏകാദശി എടുക്കാം. വെള്ളം നമുക്ക് രാമച്ചമോ മറ്റെന്തെങ്കിലുമൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് കുടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചൗവരി ഇട്ട് പാല് കാച്ചി കുടിക്കാം. ചൗവരിയും പാലും പഞ്ചസാരയും കൂടെ ചേർത്ത് കാച്ചി കുടിക്കാം. പഴങ്ങൾ കഴിക്കാം. അതല്ലെങ്കിൽ രാവിലെ നമുക്ക് പഴങ്ങളും പാലുമൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് നമുക്ക് ഒരു പുഴുക്കുണ്ടാക്കി കഴിക്കാം. അതായത് ധാരാളം പച്ചക്കറികൾ, വെള്ളരിക്ക, പടവലങ്ങ, ക്യാരറ്റ്, അതുപോലെ തന്നെ കപ്പ, കാച്ചിൽ, ചേമ്പ്, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ കയ്യിലുള്ള പച്ചയേത്തയ്ക്ക, ഇതുപോലെ കൂർക്ക, നമുക്ക് ഏതൊക്കെ, മധുരക്കിഴങ്ങ്, എന്ത് പച്ചക്കറികളായാലും, അതിപ്പോൾ എല്ലാം ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല, എന്ത് പച്ചക്കറികൾ, എല്ലാ പച്ചക്കറികളും നമുക്ക് ഉപയോഗിക്കാം. കിഴങ്ങ് വർഗ്ഗങ്ങളും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അത് നമുക്ക് ഒരു പുഴുക്ക് വെച്ച് കഴിക്കാം. അതായത് തേങ്ങയും ഇതെല്ലാം കൂടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് വേവിച്ച്, പച്ചമുളകോ മുളക് പൊടിയോ എന്താണോ നമ്മുടെ സൗകര്യം അതൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങ ചതച്ച് ചേർത്ത് കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിക്കണം, വെളുത്തുള്ളിയോ
ചുമന്നുള്ളിയോ ഉപയോഗിക്കാൻ പാടില്ല. ഈ കിഴങ്ങ് കഴിക്കുമ്പം ഗ്യാസ് ഉണ്ടാക്കുന്ന ആളുകൾ കാണും. അങ്ങനെയുള്ളവർ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപയോഗിക്കാതെ ബാക്കി പച്ചക്കറികളൊക്കെ ഉപയോഗിച്ച് നമുക്ക് കഴിക്കാം. ഒരു പുഴുക്ക് വെച്ച് നമുക്ക് കഴിക്കാം. ചിലർക്ക് പാല് കുടിച്ചാൽ ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ നമുക്ക് ചായ കുടിക്കാം. നിർബന്ധമായും ചില ആളുകൾക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും. അങ്ങനെയുള്ളവർക്ക് ചായ കുടിക്കാം. അതായത് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പറ്റുന്ന ആഹാരങ്ങൾ നമ്മളുടെ ആരോഗ്യത്തിനും രോഗാവസ്ഥയ്ക്കും ഒക്കെ അനുസരിച്ചിട്ട് നമുക്ക് വ്രതമെടുക്കാം. ഉപവസിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ തരത്തിലുള്ള ആഹാരങ്ങൾ നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ ഏകാദശി ദിവസം സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിച്ച് നിർത്തുന്നതാണ് ഏറ്റവും ഉത്തമം. ഇതൊന്നുമല്ല പ്രധാനം. എന്താണ്? പരമാവധി സമയം പ്രാർത്ഥിക്കുക, ജപിക്കുക എന്നുള്ളതാണ്. നാരായണ നാമം ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിറ്റേ ദിവസം ആ പാരണ വീടേണ്ടുന്ന സമയത്ത് ആ സമയത്ത് തന്നെ നമ്മൾ പാരണ വീടണം. ഇനി എന്താണ് പാരണ വീടുന്നത്? അതായത് നമ്മുടെ വീട്ടിലാണ് നമ്മൾ പാരണ വീടുന്നെങ്കിൽ നമ്മുടെ വ്രതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പാരണ വീടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ സമയത്ത് നമുക്ക് വിളക്ക് കത്തിച്ചു വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഭഗവാനെ പ്രാർത്ഥിച്ച്, നമുക്കറിയാവുന്ന നാമങ്ങളൊക്കെ പ്രാർത്ഥിച്ച്, ഭഗവാൻ എന്തെങ്കിലും ഒരു പഴമൊക്കെ ഭഗവാന് നേദിച്ച്, നമുക്ക് ഒരു കിണ്ടിയിൽ കുറച്ച് ജലമെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം നാമം ചൊല്ലി ഈ സമയത്തിനുള്ളിൽ, നമ്മൾ പറഞ്ഞ ആ സമയത്തിനുള്ളിൽ ഭഗവാന്റെ മുമ്പിലിരുന്ന് ആ കിണ്ടിയിലെ ജലം നമുക്ക് എന്ത് ചെയ്യാം? കുടിച്ച് ഭഗവാൻ എന്തെങ്കിലും നേദ്യമുണ്ടെങ്കിൽ അത് കഴിച്ച് നമുക്ക് നമ്മുടെ പാരണ അവസാനിപ്പിക്കാം. അതായത് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. ഇനി ക്ഷേത്രത്തിൽ നിന്നാണെങ്കിൽ ക്ഷേത്രത്തിൽ നമുക്ക് പഴം നേദിക്കുകയോ അതല്ലെങ്കിൽ തീർത്ഥം കുടിച്ചോ നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. ചിലർ അരിയും അല്ലെങ്കിൽ മലരുമൊക്കെ ഇട്ട വെള്ളം കുടിച്ചിട്ട് പാരണ വീടുന്നുണ്ട്. എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ചെയ്യുക. ഏത് ചെയ്താലും ദോഷമില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വ്രതം അവസാനിപ്പിക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നു 4-ാം തീയതി നമ്മൾ പാരണ വീടിയാലും ആ 4-ാം തീയതിയും കൂടെ നിങ്ങൾ നോൺ വെജ് ഭക്ഷണം ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പരമാവധി സമയം പ്രാർത്ഥിക്കണം. നമ്മുടെ ശരീരത്തിന് ഭയങ്കരമായൊരു ഫലസിദ്ധിയും ഐശ്വര്യവും ഭഗവാന്റെ ഒരു കൃപയും ഒക്കെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും വന്നിരിക്കണം. പെട്ടെന്ന് തന്നെ നമ്മൾ ഓടിപ്പോയി മീൻകടയിലൊന്നും പോയി മീൻ മേടിച്ച് കഴിക്കേണ്ട. അതായത് പിറ്റേ ദിവസവും കൂടി, അതായത് പാരണ വീടുന്ന അന്നും കൂടെ നമ്മൾ ആ ഒരു ശുദ്ധാഹാരത്തിൽ തന്നെ ഇരിക്കുന്നതാണ് വളരെ നല്ലത്. അരിഭക്ഷണമൊക്കെ കഴിക്കാം, ചോറുണ്ണാം, അതിനൊന്നും കുഴപ്പമില്ല. നോൺ വെജ് ഒഴിവാക്കുക എന്നുള്ളതാണ് നല്ലത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, അന്നത്തെ ദിവസം ഏത് ഏകാദശിക്കായാലും നമ്മൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ദേവി മഹാലക്ഷ്മിയെയും കൂടെ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഈ ഏകാദശിക്ക് വളരെ വിശേഷമുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, അതായത് മറ്റൊരു ആൾക്ക് വേണ്ടി പോലും നമുക്ക് ഈ ഏകാദശി എടുക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ട്, അവർക്ക് വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ മക്കൾ കാണും, ഭർത്താവ് കാണും, അതല്ലെങ്കിൽ സഹോദരങ്ങൾ കാണും. ആർക്കെങ്കിലും ഒരു ദോഷങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ ഏകാദശി എടുക്കുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടി കൂടി നമുക്ക് ഈ ഏകാദശി എടുത്താൽ വലിയ വിശേഷമാണ്. അതുപോലെ തന്നെ ഈ ഏകാദശി ദിവസം ഏകാദശി കഥ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ഒരാൾക്കെങ്കിലും, നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതോ അത് കേൾക്കുന്നതോ വായിക്കുന്നതോ ഒക്കെ തന്നെ വളരെ പുണ്യമാണ്. ഇനി എന്താണ് ഈ അപാര ഏകാദശിയുടെ വ്രതകഥ? അതെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അതായത് മഹിധ്വജ് എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. മഹിധ്വജ് എന്ന് പറയുന്ന ഒരു രാജാവ് ഒരു രാജ്യത്തിൽ രാജ്യം ഭരിച്ചിരുന്നു. ആ രാജാവിന് ഒരു ഇളയ സഹോദരനുണ്ടായിരുന്നു. ആ സഹോദരൻ അതീവ ക്രൂരനും ദുഷ്ടനുമായിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും തൻ്റെ ജ്യേഷ്ഠനെ കൊന്നിട്ട് രാജ്യം കിട്ടണം, രാജ്യസിംഹാസനത്തിൽ ഇരിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരു ദിവസം കുതന്ത്രത്തിൽ ഈ അനിയൻ എന്ത് ചെയ്യുന്നു? മഹിധ്വജ് രാജാവിനെ കൊല്ലുന്നു. കൊന്നിട്ട് കാട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ എന്ത് ചെയ്യുവാണ്? കുഴിച്ചിടുകയാണ്. അപ്പോൾ ഒരു ദുർമരണമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ ദുർമരണം സംഭവിച്ചത് കൊണ്ട് തന്നെ ഈ രാജാവ് ഒരു പ്രേതമായിട്ട് ഈ ആൽമരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് അവിടെ വരുന്ന ആളുകളെയൊക്കെ തന്നെ ഇങ്ങനെ ഉപദ്രവിക്കുകയും പേടിപ്പിക്കുകയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം ദുർമരണമാണല്ലോ നടന്നത്. അങ്ങനെ ഒരു ദിവസം ധൗമ്യമുനി ആ വഴിക്ക് വരുന്നു. അങ്ങനെ ധൗമ്യമുനി ആ വഴിക്ക് വന്നപ്പോൾ ധൗമ്യമുനിയുടെ മുമ്പിലും ആര് ചെല്ലുന്നു? ഈ പ്രേതം ചെല്ലുന്നു. അപ്പോൾ ധൗമ്യമുനിക്ക് പക്ഷേ തൻ്റെ ജ്ഞാനം കൊണ്ട്, അകക്കണ്ണുകൊണ്ട്, അദ്ദേഹത്തിന് ദിവ്യദൃഷ്ടി കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു ഇത് ഈ രാജാവാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഇവിടെ കടന്ന് ഇങ്ങനെ ആളുകളെയൊക്കെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഈ രാജാവിന് നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ പ്രേതമായിരിക്കുന്ന രാജാവിന്, അപ്പോൾ പ്രേതത്തിന് ഇത് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ തൻ്റെ ശക്തിയാൽ, അങ്ങനെ പക്ഷേ ധൗമ്യമുനിക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ ആത്മാവിനൊരു ശാന്തി കൊടുത്ത് സ്വർഗത്തിലേക്ക്
കൊണ്ടുപോകണം എന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇതുപോലെ അപാര ഏകാദശി വരുന്നതായിട്ട് മനസ്സിലാക്കുന്നത്. അങ്ങനെ ധൗമ്യമുനി ഈ പ്രേതത്തിന് വേണ്ടി ഈ ഏകാദശി വ്രതം വിധിയാവണ്ണം എടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഈ മഹീധ്വജ രാജാവിൻ്റെ പ്രേതം സ്വർഗത്തിലേക്ക് ഭഗവാനിലേക്ക് പോവുകയും ഭഗവാനിൽ ലയിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് മറ്റൊരാൾക്ക് വേണ്ടി പോലും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതീവ ഫലസിദ്ധിയുള്ള ഒരു ഏകാദശിയാണ് ഈ ഏകാദശി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി എടുത്താലോ അത്രത്തോളം ഐശ്വര്യമാണ്. ഇനി എന്തിനാണ് നമ്മൾ ഈ ഏകാദശി വ്രതം എടുക്കുന്നത്? നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഏകാദശി വ്രതങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഞാനൊന്നും പറയുന്നില്ല, തീർച്ചയായിട്ടും അതിൻ്റേതായ മാറ്റങ്ങൾ നമുക്കും നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. പക്ഷേ നമ്മളങ്ങനെ ഒരു സ്വാർത്ഥതയോടുകൂടി എടുക്കരുത്. ഭഗവാന്റെ സ്നേഹത്തിന് വേണ്ടി, ഭഗവാൻ എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നുള്ള ആ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഏകാദശി വ്രതങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യവും ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതില്ല. എല്ലാ കാര്യങ്ങളും ഭഗവാൻ നോക്കിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏകാദശി എടുക്കുന്നത്. ഭഗവാന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇത്ര ഏകാദശി എന്നൊന്നും നിങ്ങൾ നിശ്ചയിക്കേണ്ട. നമുക്ക് ഏതൊക്കെ ഏകാദശികൾ എടുക്കാൻ പറ്റുന്നുണ്ടോ ആ ഏകാദശികളൊക്കെ എടുക്കുക. ചില സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റാത്ത മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ വന്നേക്കാം. പക്ഷെ അത് ഒരു ദിവസം ഒന്ന് മുടങ്ങിപ്പോയി, അല്ലെങ്കിൽ ഒരു ഏകാദശി മുടങ്ങിയെന്ന് കരുതി അടുത്ത ഏകാദശി എടുക്കാതിരിക്കരുത്. തീർച്ചയായിട്ടും അടുത്ത ഏകാദശികളും എടുക്കുക. ഏതെങ്കിലും അസൗകര്യം കൊണ്ട് മുടങ്ങിയാലും നമുക്ക് നാമം ചൊല്ലാമല്ലോ ഏകാദശി ദിവസം. ആ നാമം ചൊല്ലുന്ന മനസ്സിലിങ്ങനെ നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഭഗവാനെ സ്നേഹിക്കുക. ഭഗവാൻ തീർച്ചയായും നിങ്ങളെല്ലാവരെയും സ്നേഹിക്കും. സംശയങ്ങളൊക്കെ മാറിയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. എനിക്കറിയാവുന്നതുപോലെ പറഞ്ഞു തരാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരികൃഷ്ണ.